ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂര്യകാന്തി എഴുതിയ മനോഹരമായിട്ടുള്ളൊരു കഥയായിരുന്നു അനിമൽ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു എഴുത്തുകാരി ആ കഥ എഴുതിയത്. ഒരുപാട് പേർ പേഴ്സണലായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. കഥ മനോഹരമായി, പെട്ടെന്ന് അവസാനിച്ച പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഒരു ചെറിയ കഥയെ വലിയ വിജയമാക്കി തീർത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ട നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ജിഫ്ന നിസാർ എഴുതുന്ന വിശ്വതാണ്ഡവം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഇന്ന് ഇതുവരെ പറയാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന നായകൻ്റെ കഥയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു. എണീറ്റ് വല്ല ജോലിക്കും പോയാലല്ലേ വീട്ടിൽ അടുപ്പ് പോകുകയും. അതിനെങ്ങനെയാ മൂട്ടിൽ വെയിലടിക്കും വരെ കിടന്നുറങ്ങിയാ ആര് ജോലി തരാനാ? ഇനി ഉച്ചക്ക് ഉരുട്ടി വിഴുങ്ങാൻ ചത്തുവായ തന്ത കൊണ്ടുവരുന്നാണ് കരുതിയേക്കുന്നത്. ഈ നാട്ടിലെ സകല കാര്യങ്ങൾക്ക് ഓടാനും ഓടിപ്പാഞ്ഞുകൊണ്ട് വേണ്ട പോലെ ചെയ്യാൻ അവനറിയാം. എന്നാ കൂറ് സ്വന്തം കുടുംബത്തോടുണ്ടോ? അതില്ല. അതവനോട് പറഞ്ഞ കണ്ണി പിടിക്കോ? അതുമില്ല. നാശം പിടിച്ചവൻ ഒരു കാലത്തും നന്നാവില്ല. കുസുമം നീട്ടിപ്പരത്തി പ്രാകുന്നതിനിടയിലേക്കാണ് വിഷു എന്നത്തെയും പോലെ കണ്ണു തുറന്നത്. കുസുമത്തിന്റെ ശബ്ദത്തിനൊപ്പം തന്നെ പുറത്തുനിന്നും വേറെയും പറയുന്ന സംസാരങ്ങളും ശബ്ദങ്ങളുമുണ്ട്. ഏറെ ആലോചന സൃഷ്ടിച്ചുകൊണ്ട് അതെല്ലാം അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. അതെല്ലാം പരിചിതമെന്ന പോലെ വളരെ സാവധാനം വിശ്വ കണ്ണു തുറന്നുകൊണ്ട് അന്നത്തെ പുലരിയെ സ്വാഗതം ചെയ്തു. പൊതിച്ചിരുന്ന ഉടുമുണ്ട് മുഖത്തു നിന്നും വലിച്ചു മാറ്റി. മൂട്ടിൽ വെയിലുദിക്കുന്ന പോലെ എന്നൊക്കെ കുസുമ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. സമയം 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നും ഏറെക്കുറെ ഈ നേരത്തെ ആ വീട്ടിലെ സ്ഥിരം കലാപരിപാടികൾ അതൊക്കെ തന്നെയാണ്. പറയുന്നവർക്കും കേൾക്കുന്നവനും അതിലൊരു പുതുമയിൽ നിന്നിരിക്കെ പുറമേ നിന്ന് ആരോ ശ്രദ്ധിക്കുന്നില്ല. മതി, ഇനി അലാറം ഓഫാക്കിയേക്ക്, ഞാൻ എണീറ്റു. വിശ്വ കിടന്നിരുന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് കൈകളുർത്തി ഒന്ന് ഞെളിഞ്ഞു. ശരീരത്തിൽ എവിടേക്കോ നീറ്റലും വേദനയും. അത് ഇന്നലത്തെ കലാപരിപാടികളുടെ അവശേഷിക്കുന്ന അടയാളങ്ങളാണ്. ആ ഓർമ്മയിൽ തന്നെ അവന്റെ കണ്ണുകളൊന്ന് കുറുകി, മുഷ്ടി ചുരുണ്ടു. അടുക്കളയിൽ നിന്നും വീണ്ടും ശബ്ദങ്ങൾ. ഈ പ്രാവശ്യം അവന് വേണ്ടി പരിയാടാവുന്ന അവിടെയുള്ള കുറച്ച് പാത്രങ്ങളാണ്. കുസുമാവനാണെന്ന് കരുതി അതുങ്ങളെ മൊത്തം എറിഞ്ഞും കുത്തിയും സായുജ്യം അടയുന്നുണ്ടാവും. നിരന്തരമായ പീഡനം കൊണ്ട് ചളങ്ങിപ്പോവാത്ത ഒരൊറ്റ പാത്രം പോലുമില്ല ആ വീട്ടിൽ. അതിന്റെ ശബ്ദം വല്ലാതെ കൂടുന്നുണ്ടെന്ന് കണ്ടതും പുതപ്പ് മാറ്റി വിശ്വ എഴുന്നേറ്റു. മുണ്ടൊന്നുകൂടി മുറുക്കിയെടുത്ത് മടക്കി കുത്തി വാതിലില്ലാത്ത മുറിയിൽ നിന്നും, ഹാളെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ കുടിസുമുറിയിൽ നിന്നും അവൻ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത്. അതും പേര് അടുക്കള എന്നൊക്കെയാണെങ്കിലും അങ്ങേയറ്റം പരിതാപകരമാണ്. അത്യാവശ്യം വേണ്ടുന്ന അല്ലറ ചില്ലറ പാത്രങ്ങളും കരി പിടിച്ച കുറച്ച് ടിന്നുകളും മാത്രം അലങ്കാരം തീർക്കുന്ന കുസുമത്തിന്റെ സ്വന്തം സാമ്രാജ്യം. അടുപ്പിൽ പുകഞ്ഞും കത്തിച്ചും അവരെന്തോ വേവിക്കുന്നുണ്ട്. ഇന്നെന്താ കഴിക്കാൻ? അടുക്കള വാതിൽ കൈകുത്തി നിന്നിട്ട് അവൻ തിരിഞ്ഞു നിൽക്കുന്ന കുസുമത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവരൊന്ന് വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവനെ തുറിച്ചു നോക്കി. വേഷം. കടുപ്പത്തിലുള്ള സ്വരം. ആണോ? എന്നാ എനിക്ക് കൂടിയുള്ള തിന്നോട്ടോ, എനിക്കിന്ന് വൃത. വിശയുടെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു. പക്ഷേ കുസുമ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. അത് അവരുടെ സ്ഥായിയായ ഭാവമാണ്. ചിരിക്കുന്ന അമ്മയുടെ മുഖം വിശ്വയുടെ ഓർമ്മകളിൽ പോലുമില്ല. ഈ മൂശേട്ട സ്വഭാവം മാറി എന്റെ തള്ളക്ക് നല്ലൊരു തങ്കമാർന്ന മനസ്സുണ്ടാവും വരെയും ഈ വിശ്വം നോമ്പ് നോൽക്കും. ഇത് സത്യം, സത്യം. കൈകൾ നീട്ടിപ്പിടിച്ച പറയുമ്പോൾ 3-ാം പ്രാവശ്യം സത്യം ഉറപ്പിച്ചു പറയാൻ അവനൊരു ഭയം. കുസുമന്തിന്റെ മുഖം നിറച്ചും പുച്ഛമാണ്. വെല്ലുവിളിയൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അവന് നോക്കി അതേ പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവർ വീണ്ടും പുകഞ്ഞുടങ്ങുന്ന അടുപ്പ് ഊതിക്കൊടുത്തു. അടുക്കള മൊത്തത്തിൽ പുക നിറഞ്ഞു. വിശയുടെ കണ്ണുകൾ നേറി. അവനൊന്ന് ചുമച്ചു. നിങ്ങൾ ഇതെന്തോന്ന് മനുഷ്യനെ പുകച്ചു കാണിക്കുന്നു? അങ്ങോട്ട് ആഞ്ഞു ഊതി കത്തിക്ക്. എന്നോട് ചാടിക്കടിക്കാൻ വേണ്ട പാതി ഊർജം വേണ്ട അതിന്. വിശ്വ കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. കുസുമാവനെറിയാനായി കയ്യിലുള്ള മന്ദം ഓങ്ങിപ്പിടിച്ചു. അപകടം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞ വിശ്വ ആ ഏറ് തന്നിൽ പതിക്കും മുന്നേ അടുക്കള വാതിൽ കൂടി മുറ്റത്തേക്ക് ചാടി. ഉയ്യോ! അവൻ ഏറുകൊണ്ടില്ലേലും വേദന നിറഞ്ഞൊരു നിലവിളി അവിടെ കേട്ടതും കുസുമത്തിനൊപ്പം വിശ്വയുടെ മുഖവും ചുളിഞ്ഞു. പുകമറക്കുള്ളിൽ നിന്നും മുരുകന്റെ വേദന കൊണ്ടുള്ള ദയനീയമായൊരു നിൽപ്പ്. വിശ്വക്ക് ചിരിയാണ് വന്ന് അവന്റെ ആ ഭാവവും നോട്ടവും കണ്ടിട്ട്. ഏറുകൊണ്ടത് കൃത്യം നെഞ്ചിലാണെന്ന് പൊത്തിപ്പിടിച്ചവൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളെന്ത് രാവിലെ തന്നെ ഏറു മത്സരത്തിന് വല്ലതും പോകുന്നുണ്ടോ? ചോദ്യത്തിനൊപ്പം തന്നെ മുരുകൻ കുസുമത്തിന്റെ നേരെ ഒന്ന് ചെറിഞ്ഞു നോക്കി. നാറി, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് നീ എന്നോട് തർക്കിച്ചു പറയുന്നോടാ? കുസുമാവന് നേരെ ചീറിക്കൊണ്ട് തിരിഞ്ഞു. മുരുകൻ ധൃതിയിൽ വിശ്വയുടെ അരികിലേക്ക് ഇറങ്ങി. അടക്കി ചിരിച്ചുകൊണ്ട് വിശ്വ പല്ല് തേക്കാനായി പോയി. മുടിഞ്ഞ ഉന്നാണല്ലോ നിന്റെ അമ്മയ്ക്ക്, വേദനിച്ചിട്ട് വയ്യ. മുരുകന്റെ നോട്ടം കുസുമത്തിന്റെ നേരെ തന്നെയാണ്. നന്നായി പോയി. എന്റെ വീട്ടിലോട്ട് കെട്ടിയെടുത്ത് വന്നിട്ടല്ലേ? ഞാൻ നിന്റെ വീട് നിരങ്ങാൻ വന്നിട്ടില്ലല്ലോ. അവർക്കൊരു കൂസലമില്ല, ഉണ്ടാവുകയില്ല. അത് ആ മുറ്റത്ത് നിൽക്കുന്ന രണ്ടിനും നന്നായിട്ട് അറിയാം. ഇത് എന്ത് സാധനാടാ? മുരുകൻ വിശ്വയെ നോക്കി. അവനും കൈമലത്തി കാണിച്ചു. മുറ്റമെന്നൊന്നും പറയാനില്ല. ചന്തമുക്ക് കോളനിയിൽ 3 സെന്റിൽ അത്യാവശ്യം വെയിലും മഴയും കൊള്ളാതെ കയറി കിടക്കാൻ ഒരു 2 മുറി വീട്.
അതിന്റെ പിൻവശത്തുള്ള ഇത്തിരിയോളം പോകുന്ന ഇട്ടാവട്ട സ്ഥലം പോലും അവിടെ ആഡംബരമാണ്. അവന്റെ വീട് മാത്രമല്ല, അവിടെയുള്ള എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. ബഹളവും വഴക്കും പോരും പോർവിളി നിറഞ്ഞൊരു കോളനി. അവർ തമ്മിൽ എന്തൊക്കെ ചെയ്താലും പുറത്തുനിന്നാരും കോളനിയിൽ കയറി കളിക്കാൻ അവിടെ ആരും സമ്മതിച്ചു കൊടുക്കാറില്ല. അത് അവരുടെ മാത്രം ഏരിയയാണ്. അവിടെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും അവർക്ക് മാത്രം അവകാശമുള്ളതാണ്. നീ എന്താണ് രാവിലെ തന്നെ എന്തെങ്കിലും വള്ളിക്കിട്ടുമായിട്ട് വന്നാണോ? പുറത്തെ പ്ലാസ്റ്റിക് വീപ്പിൽ കുസുമം നിറച്ചു വെച്ച വെള്ളം കോരി മുഖം കഴിക്കുന്നതിനിടെ വിശ മുരുകൻ നോക്കി ചോദിച്ചു. അല്ല, ഞാൻ നീ ഇവിടെ വന്നോ നോക്കാമെന്നാ. മുരുകൻ നിറഞ്ഞൊരു ചിരിയോടെ പറയുമ്പോൾ വിശയുടെ മുഖം ചുളിഞ്ഞു. ഞാൻ പിന്നെ ഇവിടെ പോവാൻ? വിശ അവനെന്ന് കൂർപ്പിച്ച് നോക്കി. അല്ല, ഇന്നലെ നീ അമ്മാതിരി അടിയൊക്കെ നടത്തി ഷൈൻ ചെയ്തല്ലേ. ഞാൻ കരുതി രാത്രി തന്നെ പോലീസ് വന്നിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോയി കാണുമെന്ന്. ഇവിടെ കണ്ടില്ലെങ്കിൽ ആ പൊട്ടമക്കൽ കൊണ്ട് സ്റ്റേഷനിലോട്ട് വരണമെന്ന് എഴുതി വന്നാ ഞാൻ. അവിടെയുള്ള മണ്ണിന്റെ തിണ്ണയിലേക്ക് ഇരുന്നുകൊണ്ട് മുരുകൻ പറഞ്ഞതിന് മുന്നേ വിശ്വ കൈയുള്ള കപ്പ അവന് നേരെ എറിഞ്ഞു. ഇപ്രാവശ്യം അവന്റെ ഉന്നവും പിഴച്ചില്ല. കൃത്യം മുരുകൻ അത് ഏറ്റുവാങ്ങി. അമ്മച്ചി നാറി, നിനക്കെന്നെ പോലീസ് കൊണ്ടുപോയിട്ടാണ് അപ്പോ? മുഖം മുടുത്തിരുന്ന കായ്മുണ്ടൊന്ന് പൊക്കി അതിന്റെ തലപ്പൊണ്ട് തുടച്ചിട്ട് വിശ്വ ദേഷ്യത്തോടെ മുരുകനെ നോക്കി. തള്ളയും മോനും കൂടെ എന്നെ എറിഞ്ഞു കൊല്ലടാ, കൊല്ല്. അല്ല പിന്നെ. മുരുകൻ അവന് മുന്നിൽ നെഞ്ചു വിരിച്ചിരുന്നിട്ട് പറഞ്ഞു. ആ, ഇതുപോലെ കൊണിഷ്ട് വർത്താനായിട്ട് വന്നാ ഇനിയും അത് തന്നെ ചെയ്യും. വിശ്വ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അല്ലേലും ഈ ലോകത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വക്കീലിനെ വിളിക്കാൻ പോണോന്ന് അറിയാൻ വേണ്ടി വന്നാ ഞാൻ. ഏറുകൊണ്ട് ചാവാനായി എന്റെ വിധി. മുരുകൻ കുഞ്ഞുങ്ങളെ പോലെ മുഖം വിളിച്ചു. വിശ്വയുടെ ആത്മമിത്രമാണ്. വിശ്വന് വേണ്ടി ചാവണോ അതിനുപോലും മുരുകൻ തയ്യാറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് വിശ്വ പഠനം നിർത്തി സ്കൂളിന്റെ പടിയിറങ്ങി പോരുമ്പോൾ അവന് പുറകെ നിഴൽ പോലെ മുരുകനും ഉണ്ടായിരുന്നു. അവന്റെ വീട് 3-4 വീട് മാറിയാണ് മുരുകന്റെ വീട്. ഇതുവരെയും നിന്നെ തേടി പോലീസ് വന്നിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും ചതിയുണ്ടോ വിശ്വ? എനിക്ക് അങ്ങനെ തോന്നുക. അതുവരെയുള്ള കോമഡി വിട്ടിട്ട് മുരുകൻ ഗൗരവത്തിലാണ് ചോദിച്ചത്. വരുന്ന വരട്ടേടാ, എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അവന് കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയെന്നുള്ള എനിക്ക്. അവന്റെ ഒരു പണത്തിന്റെ ഹുങ്ക്, അത് പണിക്കാൻ പോണ പിള്ളേരോടല്ല കാണിക്കേണ്ടത്. അത് പറയുമ്പോഴും വിശ്വയുടെ കണ്ണിൽ ദേഷ്യമാണെന്നുണ്ട്. അല്ലടാ, അത് വേണ്ടായിരുന്നു. ഇതുവരെയും നമ്മൾ ചെയ്ത പോലെയല്ല. കോളേജിൽ കയറി അടിയടത്തുന്ന ഇത് ആദ്യമായിട്ടാ, അതും കോളേജ് ചെയർമാനെ. പോരാത്തതിന് അവന്റെ അപ്പനും നാറിയ രാഷ്ട്രീയക്കാരനും പോരെ പൂരം. മുരുകന്റെ ആദ്യം നിറഞ്ഞ സ്വരം. ചെറ്റത്തിന് ആര് കാണിച്ചാലും വിശ്വ അടിച്ചിരിക്കും. അതിപ്പോ കോളേജ്, നാട്, വീടൊന്നുമില്ലടാ മുരുക. വിശ്വക്ക് പക്ഷെ എന്തു വന്നാലും വന്നിട്ട് പോട്ടെ എന്നൊരു ഭാവമാണ്. എടാ മുരുക, നീ പിന്നെ അടി ഉണ്ടാക്കിയടാ നാറി. പിന്നിൽ നിന്നും കുസുമത്തിന്റെ ചോദ്യത്തിനൊപ്പം അത്യാവശ്യം കരത്തിലൊരു അടിയും വിശ്വയുടെ തോളിൽ പതിഞ്ഞു. ഷർട്ടിടാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവന് നന്നായി വേദനിച്ചു. നിങ്ങൾക്ക് ഇതെന്താണ്? പല്ലടിച്ചുകൊണ്ട് അവൻ അവർക്ക് നേരെ തിരിഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ, ഇവനാ. വിശ്വയുടെ രൂക്ഷമായ നോട്ടം കണ്ടതും മുരുകൻ പറയാമെന്ന് പാതിയിൽ വിഴുങ്ങി. നിന്നെ അല്ല, ഞാൻ ശരിക്കും മുരുകനെ വിളിച്ചതാ. അല്ലാതെ നിന്നെയൊക്കെ വിളിക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? കുസുമ അവന് നേരെ ചാട്ടം. മുരുകൻ തൃപ്തിയായതുപോലെ തലയാട്ടി. പറയടാ ചെകുത്താനെ, ഇന്നലെ നീ ആരുമായിട്ടാടാ കൊമ്പോർത്ത്? ഈ നശിച്ചവൻ കാരണം എനിക്കൊരു സമാധാനം ഇല്ലല്ലോ മുരുക. ഇവനെ പോലൊരു എരണം കെട്ടിന് നീ എന്റെ വയറ്റിൽ തന്നെ കൊണ്ടിട്ടല്ലോ. അടങ്ങി നിന്നിരുന്ന കുസുമം ആ വാർത്തയിൽ പിടിച്ചായി പിന്നെ പ്രാക്ക് മുഴുവൻ. വിശ്വ നിനക്കിപ്പോ സമാധാനമായ എന്നൊരു ഭാവത്തിൽ പിന്നിൽക്കുന്ന മുരുകനെ നേരെ രൂക്ഷമായി നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. മുരുകൻ കയറണോ വേണ്ടോ എന്നൊരു ഭാവത്തിൽ അപ്പോഴും പുറത്തു തന്നെ നിൽപ്പാണ്. കുസുമം വീണ്ടും എന്തൊക്കെയോ എണ്ണിപ്പറക്കി പറയുന്നുണ്ട്. വിശ്വ അത് കേട്ട ഭാവം പോലും ഇല്ലാതെ എന്താണ് കഴിക്കാനെന്ന് അടുപ്പിൽ നിന്ന് കുസുമ വാങ്ങി വെച്ച കലം തുറന്നു നോക്കുന്നുണ്ട്. അതിൽ കുറച്ച് കപ്പയാണ്. ചുവന്ന് നീലിച്ചു അതങ്ങനെ ആവി പാറിച്ച് കിടക്കുന്ന കണ്ടതേ അവന്റെ മുഖം കൊണ്ട് ചുളിഞ്ഞു. കൈയുള്ള പാത്രം അല്പം ഉറക്കെ തന്നെ അവൻ താഴേക്കിട്ടതും പിടിച്ചു കെട്ടിയതുപോലെ കുസുമ നിശബ്ദയായി. മുരുകൻ ഓടണോ നിൽക്കണോ എന്ന് മാത്രം തീരുമാനിക്കാനുള്ള പെടാപ്പാടിലാണ്. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ കിടന്ന് തുള്ളുന്നു? വിഷമുണ്ടൊന്നുകൂടി അഴിച്ചു മടക്കി കുത്തിക്കൊണ്ട് കുസുമത്തെ നേരെ ചെന്നിട്ട് ഒച്ചയിട്ടു. ഞാൻ ഇന്നലെ അടിയുണ്ടാക്കി. ആ പറഞ്ഞ സത്യമാ. പക്ഷെ എന്തിനാണെന്നോ എന്താ കാരണമെന്നോ ചോദിച്ചോ നിങ്ങള്? വിഷയുടെ മൂർച്ചയുള്ള ചോദ്യം. കോളേജിൽ നിന്ന് കുറെ തലതെറിച്ച പിള്ളേര് മീനാക്ഷി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ചന്തമുക്ക് കോളനിയിലെ പെൺകുട്ടി അങ്ങനെ അപമാനം സഹിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെന്നിട്ട് അവന്റെയൊക്കെ സൂക്കേടങ്ങ് തീർത്തു കൊടുത്തു പോന്നു. അത് തന്നെ. ഇനിയും അങ്ങനെ ആരെങ്കിലും ചെയ്താ ഇന്നലെ ചെയ്ത് തന്നെ ഞാൻ ഇനിയും ചെയ്യും. തൃപ്തിയായി നിങ്ങൾക്ക്? ആര് രൂക്ഷമായി നോക്കിയതല്ല, ഒന്നും മിണ്ടിയില്ല. ഇത്രേ ഉള്ളൂ. അതിനാണ് ഉള്ളിലെ അന്തരീക്ഷം ശാന്തമായി നീണ്ടതും മുരുകൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു. ഇനി ഒരക്ഷരം നീ മിണ്ടിയ കിട്ടുന്നത് നിനക്കായിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. വിശ്വ അവന് നേരെ വിരച്ചുകൊണ്ടി. നിന്റെ വീട്ടിലെന്നടാ കഴിക്കാൻ? ഇവിടെ കുറച്ച് ഉണക്കക്കപ്പയേ ഉള്ളൂ. വിശ്വ ചോദിച്ചു. ഇവിടെ അതെങ്കിലും ഉണ്ടല്ലോ. ചുണ്ടൊന്ന് കൂട്ടിയിട്ട് മുരുകൻ അവിടുന്ന് കയറിപ്പോയി. അവൻ പോയ വഴിയെ നോക്കിയിട്ട് വിശ്വ വീണ്ടും തിരിഞ്ഞു. നിലത്തി കിടക്കുന്ന പാത്രം എടുത്തിട്ട് അവിടെയുള്ള ഒരു ബക്കറ്റിലെ വെള്ളത്തിലിട്ട് അതൊന്ന് കഴുകിയിട്ട് അവനതിൽ കപ്പ കഷ്ണങ്ങൾ എടുത്തിട്ടു. കുസുമത്തിനുള്ളത് അതിൽ തന്നെ ബാക്കി വെക്കാനും മറന്നില്ല.
2 ഗ്ലാസ്സിൽ എടുക്കുന്നതിന് പുറമെ ഒരു സ്റ്റീൽ കപ്പിൽ 2 ഗ്ലാസ് ചായയുമായി അവൻ ചെല്ലുമ്പോൾ മുരുകൻ പുറത്തേക്ക് നോക്കി ഉമ്മറത്തിരിപ്പുണ്ട്. മുന്നിലെ മണ്ണിട്ട റോഡിൽ നിറയെ ആളുകളാണ്. ഇടയ്ക്കിടെ സൈക്കിളും ബൈക്കുകളും പോകുന്നുണ്ട്. കഴിക്കങ്ങോട്ട്. അവരരികിലേക്ക് കൈയുള്ള പാത്രം വെച്ചിട്ട് വിശ്വ ഒരു കസേര വെച്ചിട്ടിരുന്നു. വേണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു മുരുകന്. പക്ഷെ ഉള്ളിൽ ആളെന്ന് വിശപ്പ് അവൻ അതിന് അനുവദിച്ചില്ല. കൈയുള്ള നുള്ളിപ്പെറുക്കി വീട്ടിൽ കൊടുത്തിട്ടാണ് അവന്റെ വരവ്. മല്ലിക്ക് എങ്ങനെയുണ്ടാ? കഴിക്കുന്നിടയിൽ വിശ്വ ചോദിക്കുമ്പോൾ മുരുകന്റെ മുഖം തീർത്തും മങ്ങിപ്പോയി. പതിവ് പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ, അതല്ലാതെ ഒന്നും ചെയ്യാനില്ലെന്ന്. ഇന്നലെയൊക്കെ വല്ലാത്ത വലിയുണ്ടായിരുന്നു വിശ്വ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ലായിരുന്നു. അത് പറയുമ്പോൾ മുരുകന്റെ സ്വരം പോലും പതിഞ്ഞു. അവന്റെ അനിയത്തിയാണ് മല്ലി എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന മല്ലിക. ഇല്ലായ്മയും ദാരിദ്ര്യമൊന്നും അവരെ തളർത്തിക്കളയില്ലെന്ന് തോന്നുന്നുകൊണ്ടാണോ എന്തോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ വെച്ച് മല്ലികയെന്ന് തലയുറ്റി വീണു. വിശപ്പ് കൊണ്ടായിരിക്കുന്നായിരുന്നു ആദ്യം കേട്ടപ്പോഴെല്ലാവരും കരുതിയത്. അത് പക്ഷേ ഒരു മാരകരോഗത്തിന് തുടക്കമറിയിച്ചതായിരുന്നു. കാണിച്ച ഡോക്ടർമാരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന ഓപ്പറേഷൻ മാത്രമാണ് മല്ലിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴിയെന്നാണ്. അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ എങ്ങനെയാണ് ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. എന്തെങ്കിലും വഴിയുണ്ടാവും മുരുക. എപ്പോഴത്തെയും പോലെ വിശ്വമുരുകനെ ആശ്വസിപ്പിച്ചു. ഒരു വഴിയുണ്ടാവില്ലടാ. ചന്തമുക്ക് കോളനിയിലെ പിള്ളേരെന്ന ലേബലില് നമ്മളിങ്ങനെ കൂലിത്തല്ലും ഗുണ്ടായിസായിട്ട് തീർന്ന് പോകത്തേ ഉള്ളൂ. നല്ലൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് പോലും കിട്ടുന്നില്ല. ചന്തമുക്ക് കോളനിയിലെ തെമ്മാടി പിള്ളേർക്ക് വിദ്യാഭ്യാസം പോലും പറഞ്ഞാലല്ലോ പിന്നെ എങ്ങനെ ജോലി കിട്ടും? നിരഞ്ജന മുഖനിരയെ രോഷം നിറഞ്ഞു. ഈ നിയമങ്ങളൊക്കെ മാറ്റണം. അതിന്റെ ആദ്യപടിയാ മുരുക ഇന്നലെ നടന്ന്. കോളനിയിലെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ആരും ചോദിക്കാനും പറയാനില്ലെന്ന് കരുതിയല്ലേ ഇന്നലെ മീനാക്ഷി ആ പിള്ളേരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഇന്നലത്തോടെ അതിന്റെ അവസാനമായില്ലേ? ഇനി ആരും പഠിക്കാൻ പോകുന്ന പിള്ളേരെ തരംതിരിച്ച് കാണരുത്. ആഗ്രഹിക്കുന്നവർക്കെല്ലാം വിദ്യാഭ്യാസം കിട്ടണം. അവിടെ ചന്തമുക്ക് കോളനിയിലെ കുട്ടികളെന്നുള്ള വേർതിരിവ് നടക്കില്ല. നടത്തിക്കില്ല ഈ വിശ്വയുടെ മുഖം വലിഞ്ഞു മുറുകി. പക്ഷെ വിശ്വ നീ സൂക്ഷിച്ചോ, ഇത് തീർന്നിട്ടൊന്നും ഉണ്ടാവില്ല. ആമ്മാര് വേറെന്തോ കരുതിൽപ്പെടന്നാ എനിക്ക് തോന്നുന്നു. മുരുകനെപ്പോഴും ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. വരട്ടെ, ഇങ്ങോട്ട് വിശ്വ തെരഞ്ഞു വരട്ടെ. അമ്മാരെ ഞാൻ കളി പഠിപ്പിക്കും. വിശ്വ അത് പറഞ്ഞു തീരുമെന്നെ പൊടി പറത്തിക്കൊണ്ടൊരു പോലീസ് ജീപ്പ് അവന്റെ വീടിന് മുമ്പിൽ വന്ന് ബ്രേക്കിട്ട് നിർത്തി. ദൈവമേ, ഇടിവെട്ട് സുനിൽ. മുന്നിലേക്ക് നോക്കി സ്വയം അറിയാതെ പറയുന്നതിനിടെ തന്നെ മുരുകൻ എഴുന്നേറ്റിന്ന് കഴിഞ്ഞു. വിശ്വയാവട്ടെ നിലത്തേക്ക് തൂക്കിയിട്ട കാല് രണ്ടും തിണ്ണയിലേക്ക് ഉയർത്തി വെച്ചിട്ട് അതേ ഇരിപ്പിന് ഒന്നുകൂടെ ആട്ടിത്ത നൽകുകയാണ് ചെയ്തു. പൊടി പറത്തിക്കൊണ്ട് വന്നിരുന്ന ആ ജീപ്പിന് ചുറ്റും എത്ര പെട്ടെന്നാണ് ആള് കൂടിയത്. വന്നു നിൽക്കുന്നവരിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കും ഭയമല്ല. പോലീസ് വന്ന എന്തിനാണുള്ള ആകാംക്ഷയാണുള്ളതെന്ന് അവരുടെ എല്ലാം മുഖം കണ്ടാലേ അറിയാം. ടൗണിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു വരുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ആ പരിസരത്ത് എവിടെ എന്ത് നടന്നാലും ആദ്യം ആ ജീപ്പ് എരിച്ചില്ലെന്ന് ആ കോളനിയിലേക്കാവും. അതൊരു എഴുതപ്പെടാത്ത നിയമമായി. ആദ്യമൊക്കെ അത് ചോദ്യം ചെയ്യപ്പെടാത്തൊരു അനീതിയായിരുന്നു. പോലീസുകാർ വന്നിട്ട് അവർക്ക് തോന്നിയ പോലെ കണ്ണിൽ കണ്ട ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ഇടിച്ചോ ചതച്ചോ എങ്ങനെയെങ്കിലും അവർ പറയുന്ന കുറ്റമേൽപ്പിക്കും. പിന്നെ ആ പാവങ്ങളുടെ ജീവിതമൊക്കെ കണക്കാണ്. പോലീസ് കൈതരിപ്പ് തീർത്തതിന്റെ ജീവിക്കുന്ന അവശേഷിപ്പുകളും പേറി അവരെങ്ങനെ മരിച്ച് ജീവിക്കും. തിരിച്ചു വന്നില്ലെന്നും വരും. ആരുമില്ല ചോദിക്കാനും പറയാനും എന്നൊരു ചില്ലറ പോരായ്മയൊന്നുമല്ല. അതിനൊക്കെ മാറ്റം വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. കോളനിക്കാർക്ക് ദൈവം പോലെ ഒരാളുണ്ടായിരുന്നു. മറ്റൊരു നാട്ടിൽ നിന്നും ജീവനും ജീവിതവും വാരി പിടിച്ചുകൊണ്ടോടി ചന്തമുക്ക് കോളനിയിൽ വന്നു ചേർന്ന രാജീവ്. ആദ്യമൊക്കെ കോളനിക്കാരെ പോലെ തന്നെ എന്ത് സംഭവിച്ചാലും അതെല്ലാം വിധിയെന്ന് സ്വയം പഴിച്ചുകൊണ്ട് അയാൾ ഒതുങ്ങിക്കൂടി. പക്ഷെ അങ്ങനെ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പായ നിമിഷം ആദ്യം മാറി ചിന്തിച്ചു തുടങ്ങിയ രാജീവ് തന്നെയാണ്. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അവിടെയുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒരു മാഷായിരുന്ന അയാൾക്ക് വളരെ എളുപ്പമായിരുന്നു. ദൂരെ ഏതോ നാട്ടിൽ മാഷായി ജോലി ചെയ്യവേ അവിടുത്തെ പ്രമാണിയുടെ മകളെ പ്രേമിച്ചു. കൊന്നു കൊല വിളിക്കാൻ വരുന്നവരോട് ഏറ്റുമുട്ടി നിൽക്കാൻ വേണ്ടത്ര പണമോ ആളുബലമോ ഇല്ലാത്ത രാജീവിന് കുസുമവല്ലിയെയും കൊണ്ട് ഓടിപ്പോരുകയല്ലാതെ മുന്നിൽ വേറൊരു വഴി അപ്പോഴും ഉണ്ടായിരുന്നില്ല. പതിയെല്ലാം ശരിയാവുന്ന കരുതി വന്ന് പെട്ടെടുത്ത് അയാൾ ഒരു ജീവിതം തുടങ്ങി. പക്ഷേ ഇല്ലായ്മകളെക്കാൾ അവിടെയും ഭയക്കേണ്ടി വന്നത് നീതിയും നിയമവും ഇല്ലാത്ത ചട്ടങ്ങൾ തന്നെയായിരുന്നു. കോളനി നിവാസികളായി പോയതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന അനീതിക്കെതിരെ പോരാടാൻ അയാൾ ഉറപ്പിക്കുമ്പോൾ ആ കൂടെ ചേരാനും ആളുണ്ടായി. കോളനിയിലെ പുതുതലമുറയിലെ കുട്ടികളും ഭാവിയെ സ്വപ്നം കാണാൻ തുടങ്ങി. കൂലിത്തല്ലും ഗുണ്ടാപ്പണിയും വിട്ടിട്ട് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അവിടെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായിരുന്നു അവർക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ ചോദ്യം ചെയ്യാൻ, പ്രതിരോധം തീർക്കാൻ കോളനിക്കാർക്കൊരു നേതാവിനെ കിട്ടുന്നു. അവരുടെ സ്വന്തം രാജീവ്, വിശ്വയുടെ അച്ഛൻ. അകാലത്തിൽ വിട്ടുപിരിഞ്ഞുപോയ അവരുടെ രാജേട്ടൻ. ജീവനോടെയുള്ള നാളുകളിൽ അയാളാണ് കോളനിക്കാർക്ക് വേണ്ടി എന്തിനു മുന്നിൽ നിന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അച്ഛൻ കാണിച്ചു കൊടുത്തു പോയ അതേ വഴിയിൽ കൂടിയാണ് വിശ്വയുടെയും നടപ്പ്. അതുതന്നെയാണ് കുസുമത്തിന്റെ ഏറ്റവും വലിയ ഭയവും. എന്നിന്റെ പേരിലെന്നറിയാതെ ആർക്കോ വേണ്ടി ജീവൻ കളഞ്ഞ ഭർത്താവിന്റെ ശവശരീരം പോലും അവർക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അത് അവരുടെ ഏറ്റവും വലിയൊരു വേദനയാണ്. എന്താണ് ഇരുവിട്ട് സാറേ ഈ വഴിയൊക്കെ? റോഡിൽ നിന്നിട്ട് തന്നെ തുറച്ചു നോക്കുന്ന സുനിലിനെ നേരെ നോക്കി വിശ്വ ഒരു ചിരിയോടെ ചോദിച്ചു. നിനക്കറിയില്ല അല്ലേടാ?
പല്ലിനുള്ളിൽ കൂടി ചതഞ്ഞിറങ്ങി വരുന്ന ആ വാക്കുകൾ, തന്നെ നോക്കുമ്പോൾ കുറുകിപ്പോകുന്ന കണ്ണുകൾ. അയാളുടെ ആ കരുണന്റെ വാലാട്ടിപ്പട്ടിയ അതിന്റെ നന്ദി കാണിക്കാൻ വന്ന ശവം. വിശ്വപതിയെ പറയുന്ന കേട്ടതും അവന്റെ അരികിൽ നിന്ന് മുരുകന്റെ ചങ്കിടിച്ചു. അല്ലെങ്കിൽ തന്നെ കടിച്ചു കീറാനുള്ള കലിപ്പോടെയാണ് അയാൾ ആ നിൽക്കുന്നവനറിയാം. ഇടിവെട്ടി എന്നുള്ള പേരിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള നല്ല പത്തരമാറ്റ സ്വഭാവമാണ്. സ്റ്റേഷനിൽ തഞ്ചത്തിൽ കിട്ടിയാൽ ഇഞ്ച് ചാക്കുന്ന പോലെ എടുത്തിട്ട് പെരുമാറിക്കളയും. മനസാക്ഷി എന്നൊരു സാധനം മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ഇച്ചിരി കണ്ടിട്ടാനില്ലാത്ത സാധനം. ഇത് നല്ല കൂത്ത്. നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്കെങ്ങനെ അറിയാം? അങ്ങോട്ട് പറ സാറേ. കയറ്റി വെച്ച കാലുകളൊന്ന് വിറപ്പിച്ചുകൊണ്ട് വിശ്വ കൂസലൊന്നുമില്ലാതെയാണ് പറയുന്നത്. നിനക്ക് ഞാൻ ശരിക്കും പറഞ്ഞിരടാ. ജീപ്പിന്റെ ഡോർ ഉറക്കി അടച്ചുകൊണ്ടയാൾ മുന്നിലുള്ള ഓവുചാല ചാടിക്കിടന്നിട്ട് വിശ്വയുടെ വീട്ടുമുറ്റത്തേക്ക് കാലുകുത്തിയ നിമിഷം തന്നെ കയ്യിലൊരു വാക്കത്തിയുമായി കുസുമ അങ്ങോട്ട് വന്നു. പുല്ലും വൈക്കോലായിട്ട് എന്റെ മുറ്റത്തോട്ട് കയറിയ മുരുകനാണേ, ഞാൻ ആ കാൽ വിട്ടും പറഞ്ഞില്ലാന്ന് വേണ്ട. കണ്ണിൽ കനലൊളിപ്പിച്ചുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ ചാടിയാലോ എന്നാണ് സുനിലും ഓർത്തത്. അതുപോലൊരു സാധനമാണ് ആ മുന്നിൽ നിൽക്കുന്നതെന്ന് സുനിലിന് അറിയാം. ഒന്നിനെയും പേടിയില്ല, ആരെയും യാതൊരു കൂസലുമില്ല. അവരുടെ ഭർത്താവിനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞത് പോലീസിലെ ചില നാറികളാണെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. പോലീസിനെ എപ്പോഴും വെച്ച് കണ്ടാലും നീട്ടിയൊന്ന് കാർക്കിച്ച് തുപ്പിയിട്ട് ഉള്ളിലെ തീ മുഴുവൻ കണ്ണുകളിലേക്ക് ആവാഹിച്ചുകൊണ്ടൊരു നിൽപ്പുണ്ട്. ആ റോഡിന്റെ അപ്പുറം അവരുടെ വീട്ടിൽ പോലീസ് നിരോധന മേഖല എന്നൊരു ബോർഡ് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വഴിതെറ്റി പോലും ഏതെങ്കിലും കാക്കിയിട്ട് ഏമാമാർ അതുവഴി കയറിയ വന്ന പോലെ അവർ തിരിച്ചു പോകില്ല. അസാമാന്യ ധൈര്യമാണ് അവർക്ക്. ഒരിക്കലും ആ എതിർപ്പ് വകവെക്കാതെ ഉള്ളിലോട്ട് കയറിയതിന് സുനിലിന് കവളടക്കം കൊടുത്തു തീർത്തും അവരാ ദേഷ്യം തന്നെയാണ്. ഒരിക്കലും അണയാത്തൊരു നെരിപ്പോട് പോലെ അവരങ്ങനെ മുന്നിൽ നീറിപ്പുകഞ്ഞു നിൽക്കും. ഒരിക്കൽ കിട്ടിയ അടിയുടെ ചൂടോർമ്മയുള്ളതുകൊണ്ടാണ് സുനിൽ ഇങ്ങോട്ട് ചാടിയതിനേക്കാൾ ആവേശത്തിൽ തിരിച്ചാടിയത്. പൊട്ടി വന്ന ചിരി അടക്കി നിർത്താൻ കഴിയാതെ വിശ്വ ഉറക്കെ ചിരിക്കുമ്പോൾ സുനിൽ ജീപ്പിന്റെ ബോട്ടിൽ അമർത്തിയടിച്ചുകൊണ്ട് രോഷം പ്രകടിപ്പിച്ചു. മുരുകൻ വിശ്വയെയും സുനിലിനെയും മാറി മാറി നോക്കുന്നുണ്ട്. കുസുമത്തിനപ്പോഴും കല്ലിച്ച ആ ഭാവം തന്നെയാണ്. അതിനെയാണ്, അവരുടെ ആ ഭാവത്തിനെയാണ് കണ്ടു നിൽക്കുന്നവർക്ക് ഭയവും. നീ ഇന്നലെ കോളേജ് പോയിട്ട് അടിയുണ്ടാക്കിയോളാ. വീട്ടിലേക്ക് കയറാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് സുനിൽ അവിടെ തന്നെ നിന്നിട്ട് പല്ലിയടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ വിശ്വ ചിരിയോട് അതേ നിന്ന് തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. എന്തിന്? സുനിലിന്റെ കണ്ണുകൾ കൂർത്തു. അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്തിനാ സാറേ? അതിന്റെ ചൂടൊക്കെ ഇന്നലെ തന്നെ പോയില്ലേ? സാറിന്റെ വരാൻ ഇത്രയും ലേറ്റായത് ഞാൻ ഇന്നലെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എതിരെയുള്ളത് ഇടിവെട്ട് സാറിന് പ്രിയപ്പെട്ട ആളാണെന്നുള്ളത് എനിക്കറിയാമല്ലോ. വിശ്വ ചിരിയോടെ സുനിലിനെ നോക്കിയാൽ തലയാട്ടി കാണിച്ചു. അയാൾക്കൊന്നും പറയാനില്ലാത്ത പോലെയാണ് അവന്റെ സംസാരം. എനിക്കാണെങ്കിൽ അതിൽ യാതൊരു പരാതിയുമില്ല. ഒരു പ്രശ്നം വന്നു, ഞാനത് മര്യാദക്ക് ഒരു വട്ടം പറഞ്ഞു തീർത്തിട്ടും പിന്നെയും ചൊറിയാൻ വന്നവനെ ഞാനൊന്ന് നന്നായി അറിഞ്ഞും മാന്തി വിട്ടു. അതിൽ സാറിന് വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് വന്ന കാലിൽ നിന്നിട്ട് ചമ്മി നാശാകാതെ സാറ് പോകാൻ നോക്കിയാട്ടെ. കൈകൾ മുകളിലേക്ക് ഉയർത്തി തീർത്തും ലാഘവത്തോടെ വിശ്വ പറയുന്ന കേട്ടതും ചുറ്റുന്നവന് വേണ്ടി അവന്റെ ആളുകൾ ഉറക്കെ കൈയടിച്ചു. അതോടെ സുനിലിന് ആ കൂടി നിൽക്കുന്നവരെ കൂടി അടിച്ചു കൊല്ലാനുള്ള കലിയുണ്ടപ്പോൾ. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിന് പുല്ലുവിലയാണ്. ഇവരുടെ നിയമം ഇവരുടേതാണ്. മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും തോറ്റുപോകുന്നതാണ്. ബലമുള്ള നിയമവും അത് പാലിക്കുന്നവരും. തൂക്കിയെടുത്ത് കൈകരുത്ത് കാണിച്ച കാലമൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇന്ന് ആ കൂട്ടത്തിലൊന്നിനെ തൊട്ടാൽ പിന്നെ കടന്നൽ കൂട്ടത്തിൽപ്പെട്ട പോലെയാണ്. എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും. തെളിവിന് പോലും ഒറ്റയൊന്നും സാക്ഷി പറയില്ല. അതും അനുഭവമുണ്ട്. ഇവിടെ കൊടുത്താൽ അവരെ തരാൻ കുടുംബത്തിലോട്ട് പോലും വരും. അവർക്ക് ആരെയും ഭയമില്ല. സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അതുതന്നെയാണ് അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ ഭയവും. ദേവിശ്വ, നീ വെറുതെ ആളാവാൻ നോക്കല്ലേ. ഇന്നലെ കോളേജിൽ പോയി നീ അടിച്ച ആരെയെന്നറിയോ നിനക്ക്? സുനിൽ വിശ്വയുടെ നേരെ സ്വരമുയർത്തി. ആരായാലും സാറിന് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് ഉറപ്പായി. അതുകൊണ്ടല്ലേ സാറിപ്പം മൂടിന് തീ പിടിച്ച പോലെ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്ന്. ആട്ടെ, ഈ വരവിന് എത്രയോ സാറിന് അവർ വില പറഞ്ഞ്? ഒരാകി ചിരിയോടെ വിശ്വ ഉറക്കെ ചോദിക്കുമ്പോൾ സുനിൽ അടികിട്ടിയതുപോലെ വിളറി. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ കണ്ണടച്ച് സംയമനം പാലിക്കാൻ ശ്രമിച്ചു. വിശ്വ, താൻ വിചാരിച്ച പോലെയല്ല. ഇതിപ്പോ തീർത്തു വിട്ടില്ലെങ്കിൽ തനിക്കത് വലിയ ദോഷാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്കറിയില്ല കരുണൻ സാറിന്റെ നിലപാട്. അയാളുടെ മകൻ നിഖിലിനെയാണ് നീ ഇന്നലെ പാട്ടിയെ പോലെ അത്രയും കുട്ടികൾക്ക് മുമ്പിലിട്ട് തല്ലി ചതച്ചത്. ഇനിയിപ്പോ നീ കോളേജിൽ പോയി അവനോട് അവന്റെ ഫ്രണ്ട്സിനോട് ഒരു മാപ്പ് പറഞ്ഞാ ഈ പ്രശ്നം അതോടെ തീരും. അതല്ല ഇതിങ്ങനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാ പൊന്നു മോനെ, നിനക്ക് അവരോട് മുട്ടി നിൽക്കാൻ പറ്റില്ല കേട്ടോ. സുനിൽ പരമാവധി വിഷയം തളർത്താൻ നോക്കുന്നുണ്ട്. കാരണം അത് അയാളുടെ ആവശ്യമായിരുന്നു. അയാൾ കിട്ടിയ നിർദ്ദേശമായിരുന്നു. മാപ്പ് പറഞ്ഞ പ്രശ്നം തീരുവടി വിട്ടു സാറേ. വിഷയൊന്ന് മീശയിൽ തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ സുനിൽ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം അയാൾ പോലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കൂടി നിൽക്കുന്നവർക്കും അമ്പരപ്പാണ്. ആരും വിഷയം മുഖം ചൊളിച്ചുകൊണ്ടാണ് നോക്കിയത്. തീരും വിശ്വ, നീ അറിയാതെ ചെയ്തു പോയതല്ലേ. നിനക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ച് സെറ്റാക്കാം. എന്തിനാണോ വെറുതെ ഒരു വയ്യാവയിൽ തോളിലെടുത്ത് വെക്കുന്നത്?
കരുണൻ സാറൊക്കെ വലിയ ആളാ. നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമം പോലും അവർക്കൊപ്പം നിൽക്കൂ. പണവും പവറും അവർക്കല്ലേ. പറഞ്ഞുകൊണ്ടൊരു ആവേശത്തിൽ സുനിൽ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞെങ്കിലും കുസുമത്തിന്റെ കൂർത്ത നോട്ടം കണ്ടതും അയാൾ അവിടെ തന്നെ നിന്നു. ഉറപ്പാണോ? വിശ്വയുടെ സ്വരം കെടുത്തു. എന്താ വിശ്വ, നിനക്കെന്നെ വിശ്വാസമില്ലേ? സുനിൽ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടൊരു ചിരിയോടെ അവരെ നോക്കി. ഒട്ടുമില്ല. കണ്ണു ചിമ്മിയൊരു കള്ളച്ചിരിയോട് വിശ്വ പറയുമ്പോൾ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ പരിഹാസം. സുനിലിന്റെ മുഖം വീണ്ടും കൂർത്തു. കണ്ണിൽ പക നിറഞ്ഞു. അപ്പോഴേ സാറേ, കാതു തുറന്ന് കേട്ടോ. എന്നിട്ട് കാശ് തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവരോട് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തേക്ക്. അമ്മാതിരി ചെറ്റത്തരം കാണിച്ചാ അവൻ ഇനി അടി വാങ്ങി കൂട്ടുന്നു. അവനൊക്കെ ഇനി ഏത് കൊമ്പത്തെ ആളാണെങ്കിലും ഈ വിശ്വക്ക് പുല്ല. പറയുന്നതിനൊപ്പം തന്നെ വിഷം ഉണ്ടെന്ന് മടക്കി കുത്തിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ചെന്നു. സുനിൽ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. മാപ്പല്ല, ഞാൻ കോപ്പ് പറയും. വേണമെങ്കിൽ മാപ്പ് പറയാൻ അവനവന്റെ തൊലിഞ്ഞ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരട്ടെ. എന്നോട് പറയണ്ട, മീനാക്ഷിയോട് പറയണം. കാരണം അവനവന്റെ കൂട്ടർ അപമാനിച്ച അവളെയാ. വാങ്ങി കക്ഷത്തിൽ വെച്ച കാശിനോടുള്ള കടപ്പാട് കൊണ്ട് നിങ്ങളത് എത്ര സിമ്പിളാക്കാൻ നോക്കിയാലും നടക്കില്ല, നടത്തിക്കില്ല. വിശ്വയുടെ സ്വരം മുറുകി. മുഖവും സുനിലിന് നേരെ അവന് രൂക്ഷമായിട്ട് നോക്കി. വിശ്വ, നീ തീ കൊണ്ടാ കളിക്കുന്നത്, സൂക്ഷിച്ചോ. സുനിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അവന്റെ നേരെ നോക്കി. ഇത് ഇടിവെട്ട് സാറ് കരുണനോട് പോയി പറയണം. വിശ്വ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാ. തീ കൊള്ളി കൊണ്ട് തല ചൊറിയാൻ നിൽക്കരുതെന്ന് മകനെ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചു കൊടുക്കാൻ പറ തന്തപ്പൊടിയോട്. വിശ്വരാഗി ചിരിയോടെ സുനിലിനെ ചുഴിഞ്ഞു നോക്കി. ഇതിന് നീ അനുഭവിക്കും വിശ്വ, ഞാനാ പറയുന്നത്. സുനിൽ വീണ്ടും വെല്ലുവിളി പോലെ വിശ്വയെ നോക്കി. ഒന്ന് പോ സാറേ, പേടിപ്പിക്കാതെ. വരാനുള്ളത് വഴി തങ്ങിലെന്ന് പറയാറില്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും. ഇപ്പൊ ഇടിവിട്ട് സാറ് ചെന്നിട്ട് കരുണനോടും മോനോടൊന്ന് കരുതിയിരിക്കാൻ പറഞ്ഞേക്ക്. അവർക്കത് ഉപകാരം ചെയ്യും. സാറിനും. അവന്റെ കനൽ പോലെ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കി സുനിലിനും പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.